പെട്ടെന്നിങ്ങനെ മനസ്സ് മാറാൻ കാരണം? മഹേന്ദ്രനും പപ്പ നേതാവും കൂടി ഇന്നലെ മിസ്റ്റർ ചന്ദ്രകുമാർ, ഞാനാണ് ഗൗരി. എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. മെറൈൻ ഡ്രൈവിലെ പാലത്തിന് പരിസരത്തുണ്ടാവും. അതെ. ഒരു കുറ്റവാളിയായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, അല്ലേ? പക്ഷേ അറിയാം ഗൗരി, ഈ യൂണിഫോം ധരിച്ചപ്പോ ഞാനെടുത്ത പ്രതിജ്ഞ സത്യസന്ധമായിട്ട് നിറവേറ്റാൻ എനിക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഈ കുപ്പായം വാങ്ങി തന്നവരോടുള്ള കടപ്പാട് അത് മറക്കാൻ എനിക്കായില്ല. എങ്കിലും ശരി ചെയ്യാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു. മഹേന്ദ്ര സാറിന്റെ വാക്കിനെ മറികടന്ന് വിക്കിയുടെ കൊലയാളിയെ ഞാൻ അറസ്റ്റ് ചെയ്തു. അവൻ കുറ്റമേറ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള അവരെന്നും രക്ഷപ്പെടും. നോ, അത് പാടില്ല. അവരർഹിക്കുന്ന ശിക്ഷ അവർക്ക് നൽകണം. ഗൗരി, അതിന് നിനക്ക് കഴിയും. ഒരു തെറ്റിനെ ശരിയാക്കാൻ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തു. വീണ്ടും ശരിയിലേക്ക് എത്താൻ പിന്നെയും തെറ്റുകൾ ആവർത്തിച്ചു. എന്നിട്ടും ലക്ഷ്യം ബാക്കി നിൽക്കുന്നു. വിക്കിയുടെ ചടങ്ങുകൾ കഴിഞ്ഞു. തളർന്നുപോയ അയ്യരോട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണെന്ന് ഞാൻ പറഞ്ഞു. ഗൗരി, അയ്യരെ ചെന്നൊന്ന് കാണണം. മകൻ നഷ്ടപ്പെട്ട ആ അച്ഛനെ സാന്ത്വനപ്പെടുത്താൻ ഗൗരിക്ക് കഴിയും. ഗൗരി, 30 വർഷം ഈ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയ ശങ്കരന്റെ മകൻ. ശിക്ഷിക്കാം, അധികാരമുണ്ട്. ഞാനൊരു ശരിയാണെന്നായിരുന്നു എന്റെ ധാരണ. ഇപ്പൊ എനിക്ക് ബോധ്യായി ഒരു തെറ്റുകൂടിയാണെന്ന്. ഗൗരി, ഇനിയും ഒരു യുദ്ധത്തിനുള്ള ശക്തി എനിക്കില്ല. എന്റെ വിക്കി മരിച്ചിട്ടില്ല. ശത്രുക്കൾ ഇനിയും തോൽക്കാതെ നിൽക്കുമ്പോ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ വിക്കിയുടെ സ്ഥാനത്ത് എന്നെ കണ്ടൂടെ? മോനെ, ശരിയെന്ന് തോന്നി ആദർശമുള്ള ഒരു സംഘടനയെ പിന്തുണച്ചു എന്നത് സത്യമാണ്. പക്ഷേ എന്റെ രാജ്യത്തെ ഞാൻ ഒറ്റുകൊടുത്തിട്ടില്ല. ഒരു രാജ്യദ്രോഹിയാകാൻ എനിക്ക് കഴിയില്ല. എങ്കിലും മാപ്പർഹിക്കാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു. ഉസ്മാൻ, അതിന് പ്രായശ്ചിത്തമായി കമ്പനി തൊഴിലാളികൾക്കിരിക്കട്ടെ. പക്ഷേ നിന്നെപ്പോലെ അതിലൊരു ഷെയറിന് അവകാശിയായി ഒരാൾ കൂടിയുണ്ട്. ഗണപതി, കൂടെ ഉണ്ടാവണം അവസാനം വരെ. ചെല്ലേ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തുറക്കപ്പെടുന്ന കമ്പനി എന്ന തലക്കെട്ടിൽ എനിക്ക് വേണ്ടി ഞാൻ തുറന്ന കമ്പനിയാണിത്. ആശിക്കണ്ട, ഇതിന്റെ മേൽ ആശ വെക്കണ്ട. ഒപ്പിട്. ഓരോരുത്തരായി അനുസരണയുള്ള കുഞ്ഞാടുകളെ പോലെ
ഈ പത്രത്തിൽ ഒപ്പിട്. രക്തം കാണുന്നത് പണ്ടും എനിക്കിഷ്ടമാണ്, പക്ഷേ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് പ്ലീസ്. കമോ ബീരാണിക്ക, ബാസ്റ്റേഡിന്റെ ബാപ്പ, എടാ ഹറാം പറഞ്ഞ പന്നി, ജനങ്ങൾക്ക് വേണ്ടിയെന്നും പറഞ്ഞ് കൊടിയും തോരണം കെട്ടി എല്ലാം കെട്ടിക്കഴിയുമ്പോ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇനി അത് നടക്കൂല. വർഗബോധമുള്ള തൊഴിലാളികളെ പറ്റിക്കാൻ അനക്കെന്നല്ല ഈ ദുനിയാവിലെ കോട്ട കെട്ടി കഴിയുന്ന ഒരു തമ്പുരാനും കഴിയില്ല. നിങ്ങൾ ആരുടെ ബലത്തിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. അവന്റെയും ഗതി ഇത് തന്നെയാണെന്ന് ഓർത്തോ. ഇല്ല, മൂവുന്നില്ല. പക്ഷെ മൂവാതെങ്ങനെ ഇതാ തിരുസന്നിധിയിൽ എത്തിക്കും? എന്താ ഇതിനകത്ത്? പ്രസാദം, പ്രമാണം. തൊഴിലാളികളുടെ പേരിൽ അയ്യർ എഴുതി തന്ന പ്രമാണം. ഗൗരി എവിടെ? ഗൗരി ശബരിമലയ്ക്ക് പോയി. ഇപ്പൊ 18-ാം പടി കയറി കാണും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പൊ ഒരു 40 പടിയായി കാണും അല്ലേ? അല്ല, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കുമെന്നാണ് ബൈബിൾ വാക്യം. ആദ്യം നിങ്ങൾ എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അതുകൊണ്ട് അവരാദ്യം വിടണം, എന്നിട്ട് ഞാൻ പെട്ടിയാരാ. ശ്രീരാമ? അതെ, ശ്രീരാമൻ തന്നെ. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ച സാക്ഷാൽ ശ്രീരാമനെ വിശ്വസിക്കുന്ന ഒരു സാധാ ശ്രീരാമൻ. വയസ്സ് 27. രാമ, ശ്രീരാമ, ഒന്ന് വേഗം പ്രത്യക്ഷപ്പെട്. അങ്ങോട്ടൊന്നും നോക്കണ്ട. സമയമാകുമ്പോ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. അല്ല, അനുസരണ ഉണ്ടെങ്കിൽ കാട്ടുകോഴിക്കും ബ്രോയിലർ ചിക്കൻ ആകാമല്ലോ എന്ന് പറയായിരുന്നു. ഇതാ പെട്ടി. ഇത് മുഴുവൻ വെള്ളക്കടലാസുകളാണ്. യു ബ്ലഡി ചീറ്റ്! Stop! Don't shoot him. Documents എന്റെ കൈവശമുണ്ട്. ഗൗരിയെ ഞാൻ അറസ്റ്റ് ചെയ്തു. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ ഈ ഡോക്യുമെന്റ്സ്. മിസ്റ്റർ എക്സ് അല്ല, ഗുണനചിഹ്നം 1 10 പെരുപ്പിക്കുന്നവൻ ആരോ അവൻ. പക്ഷെ ഞങ്ങൾക്ക് നീ ഒരു തെറ്റാണ്. എ ബിഗ് മിസ്റ്റർ റോങ്. ചന്ദ്രകുമാർ. യെസ് സർ.
നിങ്ങൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത് ഇവരെ തന്നെയല്ലേ? അറസ്റ്റ് ചെയ്യാൻ ഇവന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണ് സാർ? ചന്ദ്രൻ! വെറുതെ കിടന്ന് അലറി പ്രഷർ കൂട്ടണ്ട. നിങ്ങളുടെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ അടിയാനൊന്നുമല്ല. അയ്യടാ, നിങ്ങൾ വാങ്ങി തന്ന കുപ്പായം എനിക്കിനി വേണ്ട. അതിട്ടുകൊണ്ട് നീതി നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഞാനത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓഹോ, എല്ലാരും കൂടി ചേർന്നുള്ളൊരു കളിയാണല്ലേ ഇത്? അതെ, ഇത്രയും നാളും കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് കഥയും പൊരുളും പറഞ്ഞു കൊടുക്കാനുള്ള കളി. ഗൗരി, നീ ആരോടാണ് ഇതൊക്കെ പറയുന്നതെന്ന് മറക്കരുത്. ഇല്ല, ഇവനെ മറക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഇവൻ മൂലം തകർക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഓർമ്മയുണ്ടോ ഇവളെ? ഗായത്രി, ആര്യമ്പള്ളി മനക്കൽ കേശവൻ നമ്പൂതിരിയുടെ മകൾ ഗായത്രി. ഗായത്രി മുറിബീഡിയും വലിച്ച് മുഷിഞ്ഞ നാറിയ വസ്ത്രങ്ങളുമായി അലഞ്ഞു നടന്ന മുക്കുവച്ചെറുക്കന് ആഹാരവും വസ്ത്രവും അറിവും തന്ന് ഒരു പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ, ഒടുവിൽ നിങ്ങൾക്കുയരാൻ വേണ്ടി നിങ്ങൾ കൊന്ന് കെട്ടിത്തൂക്കിയ AK എന്റെ മകൾ. നിർത്തണ ചെറ്റേ നിന്റെ അധിക പ്രസംഗം. നിന്നെ കൊന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും നീ കാരണം വിധവകളായ നിരവധി സഹോദരിമാർക്ക് വേണ്ടി, അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വഞ്ചിക്കപ്പെട്ട ജനസമൂഹത്തിന് വേണ്ടി, മിസ്റ്റർ എക്സ്, എല്ലാ ശരികൾക്ക് പിന്നിലും ഒരു വലിയ തെറ്റ് മറഞ്ഞിരിപ്പുണ്ട്. ഞാൻ ചെയ്ത ഈ തെറ്റ്
ഒരു വലിയ ശരിക്ക് വേണ്ടിയാണ്. നീ അതറിയണം.